ഹലോ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തയ്യലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ സൈഡിൽ ഓപ്പൺ കൊടുക്കൂലേ, അതുപോലെ തന്നെ ചിലർ ഫ്രണ്ടിലൊക്കെ ഓപ്പൺ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഫ്രണ്ട് ഓപ്പണ് തയ്ക്കുന്ന രീതി കാണിക്കാനായിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് രണ്ട് രീതിയിൽ ഓപ്പൺ തയ്ക്കാറുണ്ട്. അപ്പോൾ ഹാഫ് കോളറൊക്കെ വരുന്ന സമയത്തും അതുപോലെ ബട്ടൺസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു രീതിയിലും, അതുപോലെ നമ്മൾ ഫുൾ കോളറിനാകുമ്പോൾ വേറെ ടൈപ്പിലാണ് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പണ് തയ്ക്കൽ. അപ്പം ഇന്ന് ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കോളർ ഇല്ലെങ്കിലും പ്രശ്നമല്ല, നമ്മൾക്ക് വെറുതെ ഓപ്പൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ കോളർ വെക്കുന്ന സമയത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാം, ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതുപോലെ നമുക്ക് ബട്ടൺസ് കൊടുക്കുന്ന സമയത്താണെങ്കിലും ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ തയ്ച്ചിടാം കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു രീതിയാണ് കാണിക്കുന്നത്. ഈ രീതി ഞാൻ ഇന്ന് കാണിക്കുന്ന രീതി നമ്മൾ സാധാരണയായിട്ട് ബട്ടൺസ് തയ്ക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഹാഫ് കോളറൊക്കെ വരുന്ന സമയത്താണ് ഈ രീതി നമ്മൾ സാധാരണ തയ്ക്കൽ. അപ്പോൾ ഞാൻ പേപ്പറിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ തുണിയിലൊക്കെ ചെയ്യുന്നതിലേറെ നല്ലത് ഇതുപോലെ പേപ്പറിലൊക്കെ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അളവിൽ ചെറിയൊരു മാറ്റം വരുത്തണം. നമ്മളിപ്പോൾ സാധാരണ അളവിലേറെ ഒരു ഇഞ്ച് എക്സ്ട്രാ വേണം കേട്ടോ. നമുക്കിപ്പോൾ ഒരു 5 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് കിട്ടിയണമെങ്കിൽ ചെസ്റ്റ് 6 ഇഞ്ച് എടുക്കുക. ഷേപ്പ് ഇപ്പോൾ 4 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഇഞ്ച് ഷേപ്പ് കൊടുക്കുക. അങ്ങനെ ഒരു എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം അത് അടയാളപ്പെടുത്താനായിട്ട്. കാരണം നമുക്ക് ഓപ്പണിൻ്റെ സമയത്ത് ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് പീസ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അത് അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് മറക്കരുത്. പിന്നെ നമ്മൾ കഴുത്തൊക്കെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ഇനി നമുക്ക് ഫ്രണ്ട് അഥവാ നമ്മളെ ഫ്രണ്ട് ഭാഗം, ചുരിദാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഭാഗം ഓപ്പൺ ആക്കി കൊടുക്കണം. താഴെ വരെ ഓപ്പൺ ആക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്യൂല. അവിടെ ചെറുതായിട്ട് ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കും. ഇത് ഇവിടുന്ന് മുതൽ പിന്നെ ഇതുവരെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഫുൾ കോളറിനാണെങ്കിൽ നമുക്ക് അത് വേറെ രീതിയിലാണ്, ആ സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് പറയണില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കുക ചെയ്യണത്. അപ്പോൾ അളവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കമ്മട്ട അളവിൽ ഞാൻ ചുരിദാർ ഷേപ്പ് ആക്കി കൊടുത്താണ്. ഇത് നമ്മളെ തയ്യൽ തുമ്പാണ് കേട്ടോ. ഇത് നമ്മളെ അളവ്, ഇത് തയ്യൽ തുമ്പ് ഇട്ട 1 ഇഞ്ചാണ്. അതിങ്ങനെ നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കഴുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴുത്ത് ഹാഫ് കോളർ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് കഴുത്ത് തയ്ക്കണ്ട, ഫ്രണ്ട് കഴുത്ത് ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കഴുത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ബാക്ക് കഴുത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കഴുത്തിൻ്റെ അളവിനൊന്നും മാറ്റം വരുന്നില്ല കേട്ടോ. ഹാഫ് കോളറിനാണെങ്കിൽ ഫുൾ കോളറിനാണെങ്കിലേ മാറ്റം വരുള്ളൂ. ഇപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ചുരിദാർ പീസ് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ ചുരിദാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. ബാക്ക് ഭാഗം അതുപോലെ ഫ്രണ്ട് ഭാഗം കൂടി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രണ്ട് കഴുത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ കേട്ടോ, ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇതിന് അറ്റം വരെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അതിൻ്റെ സെൻറ്ററിലൂടെ താഴെ വരെ ഒന്ന് സെപ്പറേറ്റ് അഥവാ മുറിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗമായി കണ്ടില്ലേ. ഇത് നമ്മളെ വലതു ഭാഗം, ഇത് ഇടതു ഭാഗമാണ്. അത് ഞാൻ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ, മാറാതെക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇടത്. ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു 2 പീസ് വേണം. 2 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തും വേണം, അതുപോലെ ഈ ഭാഗത്തും വേണം. നമുക്ക് ഓരോ പീസ് വേണം. 2 ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ വീതി എടുക്കുക. പിന്നെ ലെങ്ത്ത് നമുക്കിപ്പോൾ ഇത് മുതൽ ഇതുവരെ ലെങ്ത്ത് എടുക്കുക. പക്ഷേ നമ്മൾ ഇത് മുതൽ ഇത്ര വരെ ഓപ്പൺ ആക്കിയിടും, ഇതുവരെ തയ്ച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ലെങ്ത്തിലെടുക്കാം. നമുക്ക് ഇത് 2 ഇഞ്ചാണ് കേട്ടോ വീതി. 2 ഇഞ്ചിലാണ് 2 ഇഞ്ചാണ് വീതി വരുന്നത്. പിന്നെ ലെങ്ത്ത് നമ്മൾ ചുരിദാറിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക. അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമ്മളെ വലതു ഭാഗമല്ലേ, വലതു ഭാഗത്ത് നമ്മൾ ഈ ഒരു നല്ല പീസ് അഥവാ ഈ ഒരു പീസ് അഥവാ നമ്മൾ ജോയിൻ ചെയ്യേണ്ട പീസ് 2 ഇഞ്ചിലെടുത്തിട്ടുള്ള പീസ് രണ്ടാക്കി ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇതിപ്പോൾ തുണിയിലാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈക്വൽ ആക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തുണി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് എന്താ വെച്ചാൽ വലത് വശത്ത് ഇത് നമ്മൾ നല്ല വശമാണ്, നല്ല വശമുണ്ട് ചുരിദാറിൻ്റെ നല്ല വശം. അത് നിങ്ങൾ എഴുതി വെക്കേണ്ട, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ എടുത്തുള്ളത് ഇങ്ങനെ എഴുതിക്കാണ്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വലത് വശത്തിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഈ മടക്കിയ നമ്മൾ ഈ ക്ലോസ് ആയി കിടക്കുന്ന ഭാഗം ഇങ്ങോട്ടും മടക്കിയ ഭാഗം ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാ അറ്റും ഈ ചുരിദാറിൻ്റെ അറ്റം ഈ പീസിൻ്റെ അറ്റം ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം. ഈ അറ്റത്ത് കൂടെ തയ്ച്ച് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഇതിൽ കൂടെ എല്ലാം ഇങ്ങനെ 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 തയ്ച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് നല്ല വശമാണ്, ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കും വേണം. മറിച്ചിടുക അഥവാ ഇങ്ങോട്ട് ഉൾവശത്തേക്ക് അടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് മറിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പതിച്ചും തയ്ക്കണം. അതാണ് വലതുവശത്ത് നമ്മൾ ചെയ്യണത്. ആദ്യം നല്ല വശത്താണ് തയ്ക്കുക, അതിന് ശേഷം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ പതിച്ച് തയ്ച്ച് കൊടുക്കുക. മനസ്സിലായോ? വലത് ഭാഗത്ത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ വലതുവശം നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇടതുവശം എടുത്തിട്ടുണ്ട്. ഇടതുവശത്തിൻ്റെ നല്ല വശം ഇതാണ്, നല്ല വശം ഇതും, പിന്നെ ഉൾവശം ഇതുമാണ്. അപ്പം നമ്മൾ ഇടത്തിൻ്റെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പീസ് അതുപോലെ തന്നെ ഈക്വലായിട്ട് രണ്ടാക്കിയിട്ട് മടക്കണം. ഞാനിപ്പോൾ ഇതിൽ ചിലപ്പോൾ ശരിയാണുണ്ടാവില്ല, കാരണം പേപ്പറല്ലേ. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന സമയത്തൊക്കെ നല്ല ഈക്വലായിട്ട് മടക്കുക. അതിനുശേഷം ഉൾവശത്ത് നമ്മൾ നേരത്തെ നല്ല വശത്താണ് വലതു ഭാഗത്തിന് ചെയ്തത്, എന്നാൽ ഇടത് വശത്തിൽ ഉൾവശത്ത് അഥവാ ഇതിൻ്റെ ഉൾവശത്താണ് ചീത്ത വശത്താണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അറ്റത്തിലൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടത് അതുവരെ തയ്ച്ചതിന് ശേഷം നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കും. ഇതുപോലെ മറിച്ചിട്ടിട്ട് പിന്നെ ഈ അറ്റത്തിലൂടെ ഇങ്ങനെ പതിച്ച് തയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടും വരും, ഒന്ന് ഉള്ളിലേക്കും വരും ഒരു വശത്തിൻ്റെത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അത് അടിച്ച് കാണിച്ചിട്ട് തയ്യൽ മെഷീനിൽ അടിച്ചിട്ട് കാണിച്ചിട്ട് അപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിനി തയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വലതുവശം എടുത്തിട്ടുണ്ട്. വലതുവശത്തിന് നല്ല വശമാണ്. നമ്മൾ ഈ ഒരു പീസ് 2 ഇഞ്ചിലെടുത്തുള്ള പീസ് ഈക്വലായിട്ട് മടക്കിയിട്ടുണ്ട്. അതിനുശേഷം നല്ല വശത്ത് വെച്ചിട്ട് ഈ അറ്റത്തിലൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഈ ചുരിദാറിൻ്റെ ലെങ്ത്തിന് മൊത്തത്തിലുള്ള വേണ്ടിട്ടോ ഈ ഒരു 2 പീസ് എടുക്കാനായിട്ട്. എന്നിട്ട് ഇതിങ്ങനെ താഴെ വരെ തയ്ച്ചുകൊണ്ട് വരിക. അപ്പം എൻ്റെ അത്രേ ഉള്ളൂ. നീളം നോക്കുമ്പോൾ ഞാൻ പിന്നെ താൽക്കാലികം എടുത്തതാണ്. അപ്പം നിങ്ങളൊക്കെ എടുക്കുമ്പോൾ ഫുൾ ലെങ്ത്തിൽ എടുക്കുക. ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്തിൽ വേണം ഈ ഒരു 2 ഇഞ്ചിലെ പീസ് എടുക്കാൻ. അതിനുശേഷം ഇതിന് തയ്ച്ചു കൊടുക്കുക. വലതുവശത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. അപ്പം നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പം നമ്മൾ വലതുവശത്തിൻ്റെ നല്ല വശത്ത് ഈ 2 പീസ് മടക്കിയിട്ട് ഇത് ഈ അറ്റത്തിലൂടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഈ തുണി ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുക്കുക. നമ്മളിത് പേപ്പറിലായിട്ടാണ് കേട്ടോ. അതിനുശേഷം ഈ അറ്റത്തിലൂടെ അല്ല ഇതിങ്ങനെ ഓപ്പൺ ആണ്, അറ്റത്തിലൂടെ ഒന്നിങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ അറ്റത്തിലൂടെയും തയ്ച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ കിട്ടും ഈ ഭാഗത്ത്. നമ്മൾ തുണിയിലാണ് ഈ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്ക് വലത് ഭാഗം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇടത് ഭാഗം എടുക്കാം. ഇടത് ഭാഗത്തിൻ്റെ നല്ല വശമാണ് ഇത്. അപ്പം നല്ല വശത്തല്ല വെക്കേണ്ടത്, ഉൾവശത്ത് കഴുത്ത് വരുന്ന ഭാഗത്ത് നമുക്കിത് വെച്ചിട്ട് അടി വരെ നമുക്കിത് തയ്ച്ചെടുക്കല്ലേ. ഫുൾ ഈ പീസ് എടുക്കുമ്പോൾ ചുരിദാറിൻ്റെ എത്രയാണോ ലെങ്ത്ത്, ഇവിടുന്ന് മുതൽ എത്രയാണോ ലെങ്ത്ത് ആ നീളക്കത്തിൽ തന്നെ എടുക്കണം കേട്ടോ. ഇനി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഏച്ചുട്ടിയാൽ മതി. ഏച്ചുട്ടി പതിച്ചടി തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു വശത്ത് കൂടി ഒന്ന് തയ്ച്ചിട്ട് വരാം. അങ്ങനെ നമ്മളിത് തയ്ച്ചിട്ടുണ്ട് ഉൾവശത്ത്. ഇനി ഇത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഈക്വലായിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം മാത്രം ഈ പീസ് ഇങ്ങനെ മടക്കിയിട്ട് ഇനി അറ്റത്തിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 2 വശം നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇടതുവശത്തിൻ്റെ പുറത്തേക്കാണ് ഈ പീസ് കാണുക. ഇത് നമ്മളെ എന്താ പറയുക വലതുവശത്തിൻ്റെ പീസ് ഉള്ളിലേക്കാണ് കാണുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇനി നമുക്ക് താഴ് ഭാഗത്ത് ഓപ്പൺ ഇടണമല്ലോ. നമ്മളിപ്പോൾ എത്രയാണോ ഓപ്പൺ ഇടുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാൻ അപ്പം ഈ ഒരു അളവിലാണ് ഓപ്പണ് തയ്ച്ചു കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ അത് വലതുവശത്താണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. വലതുവശത്താണ് നമ്മൾ ഈ ഒരു ഓപ്പൺ, ഇപ്പോൾ ഇത്രയും ഓപ്പണായി കിടക്കേണ്ട ഭാഗമാണ്. അപ്പോൾ അത്രയാണോ നമുക്ക് വേണ്ടത് അത് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ചോക്ക് കൊണ്ട്. അതിന് ശേഷം ഇടതുവശത്ത് പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പീസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ചുരിദാറിൻ്റെ പീസ് തന്നെ എടുത്താൽ മതി കേട്ടോ. വേറെ കളറിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതാണ് ചുരിദാർ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വേറൊരു കളർ എടുത്തത്. അപ്പോൾ ഈ ഒരു കളറ് എന്നെ എടുത്താൽ മതി 2 പീസ്. ഈ ഒരു പീസ് 2 പീസും ഈ ഒരു സെയിം ചുരിദാറിൻ്റെ കളർ തന്നെ എടുത്താൽ മതി. വേറെ കളറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിത് വേറിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ള കളറിലെടുത്തത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിത് അടയാളപ്പെടുത്തി കൊടുത്ത് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഇത്രക്കണ്ട അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ ഭാഗം ഫുള്ള് ഓപ്പണാണ് കിടക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇടത് ഭാഗം ഇതിൻ്റെ മുകളിൽ ഈ വലതുവശം വെച്ച് കൊടുക്കുക. അതുപോലെ വെച്ച് കൊടുക്കുക, ഒപ്പത്തിനൊപ്പം വെച്ച് കൊടുക്കുക. ഈ ഒരു പീസ് ഇല്ലേ, ആ പീസിൻ്റെ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട്, ആ പീസ് കാണരുത്, പീസ് കാണാത്ത രീതിയിൽ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ഇതിലൂടെ തയ്ച്ചു കൊടുക്കുക. ഇതിലൂടെ തയ്ച്ചിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ കുത്തി നിർത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് സൂചി തിരിച്ചിട്ട് ഇവിടെ ഇതുവരെ ഇങ്ങനെ തയ്ച്ചിട്ട് നിർത്താണ് ചെയ്യേണ്ടത്. പിന്നെ ഇത്രയും ഭാഗം ഓപ്പണാണ്. അപ്പം നമുക്ക് അങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇടതുവശത്തിൻ്റെ മുകളിൽ വലതുവശം വെച്ച് കൊടുക്കുക. ഈ പീസ് കണക്കാക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മളെ കൈത്തും ഷോൾഡറൊക്കെ ഒരുമിച്ച് വരുന്നൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിലാകുമ്പോൾ അങ്ങനെയൊന്നും കാണില്ല, മനസ്സിലാവണില്ല പേപ്പറിലായിട്ട്. ഇനി നമുക്കിത് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട അറ്റം വന്നു. അവിടെ സൂചി കുത്തി നിർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഭാഗത്ത് നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ജോയിൻ ചെയ്തു. പിന്നെ ഇത്രയും ഭാഗമാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതാ പറഞ്ഞത് സെയിം കളറിൽ പീസ് എടുക്കുക കേട്ടോ. ഇവിടെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ കളറാകുമ്പോൾ ബോറേക്കാരും. അതിനുശേഷം നമുക്ക് ഇവിടെ ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കാം നമ്മുടെ ഫ്രണ്ട് കഴുത്ത്. പിന്നെ ബാക്ക് കഴുത്ത് കോളറാണെങ്കിൽ കോളർ വെച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡറും ജോയിൻ ചെയ്തിട്ട് മൊത്തത്തിൽ ക്രോസ് പീസ് വെച്ച് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെക്കുക. അതിനുശേഷം നമുക്ക് നമ്മളെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്, ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടിവശം നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ എല്ലാം നമുക്ക് ഇപ്പോൾ ഈ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ എല്ലാം നമുക്ക് നോർമൽ എങ്ങനെയാണ് നമ്മൾ ചുരിദാർ ടോപ്പ് തയ്ക്കുക അതുപോലെ തന്നെയാണ് തയ്ക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ബട്ടൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടൺസ് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഓപ്പണിൽ ഒരു രീതി വരുന്നത്. ഇത് ഹാഫ് കോളറിന് അതുപോലെ നമുക്ക് ബട്ടൺസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാധാരണ തയ്ക്കൽ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം നമുക്കൊരു വെറുതെ രസത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇനി മറ്റു രീതിയായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്കൊക്കെ എഴുതി ഫ്രണ്ട് ഓപ്പണിൻ്റെ കാര്യമാണ് പറയണത്. ആദ്യം നമ്മൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടത്തെ ടോപ്പിൻ്റെ ഫ്രണ്ടത്തെ പീസ് വലതുഭാഗം ഇടതുഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കും. അതിന് ശേഷം നമ്മൾ രണ്ട് ഇഞ്ചിലെ 2 പീസ് അതേ അളവിൽ അതേ നീളത്തിൽ ടോപ്പിൻ്റെ അതേ നീളത്തിലെടുക്കും. അതിൽ ഒരു പീസ് വലതുഭാഗത്തിന് നല്ല വശത്തുനിന്ന് നമ്മൾ തയ്ച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം ഇടതുഭാഗം ഇതുപോലെ തന്നെ ചെയ്യുക. ഇടതുഭാഗത്ത് പീസ് നമ്മൾ ഇതിൻ്റെ ഉൾവശത്ത് നിന്ന് തയ്ച്ചിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടാണ് ചെയ്യണത്. ശേഷം ഓപ്പൺ വേണ്ടത്ര നമ്മൾ വലതുഭാഗത്ത് അടയാളപ്പെടുത്തുകയാണ് ചെയ്യണത്. അതിന് ശേഷം നമ്മൾ തയ്ച്ച് കൊടുക്കുക. വലതുഭാഗത്ത് ലാസ്റ്റ് ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു ചുരിദാറിന് ഫ്രണ്ടിൽ ഓപ്പൺ വെക്കേണ്ട ഒരു രീതി ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാകാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക. പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്